നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് രണ്ടുപേരോടും പല രീതിയിലുമുള്ള അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ചില മെസ്സേജുകളുണ്ട്. പല ആളുകളും ഫോർവേഡ് ചെയ്യും, നമ്മളത് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് പ്രധാനമായിട്ടും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇത് പറയല്ല ചെയ്യുന്നത്, എനിക്കൊരാൾ അയച്ചു തന്നൊരു ഇതാണ്. അപ്പം എൻ്റെ അയാൾ എന്നെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു ആണത്തത്തിൻ്റെ ആഘോഷം, അത് രഞ്ജിത്ത് ചിത്രങ്ങളുടെ തുടർച്ച. നമ്മളിത് 5 കൊല്ലം മുമ്പ് നിങ്ങൾക്കിത് തോന്നിയിട്ടില്ല കുട്ടിയപ്പൻ വന്നത്. ഞാൻ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഒരു മനുഷ്യൻ്റെ പരാജയമാണ്. ഞാനെന്ന് പറയുന്ന സിനിമ മറ്റൊന്നാണ്. ഇതിലെവിടെയാണ് ഈ ആണത്വത്തിൻ്റെ ആഘോഷം എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ റുപ്പി സിനിമയും പരാജയമാണ്. അപ്പം വിന്നറൊന്നുമല്ല. പിന്നെ ഇത് അങ്ങനെ അല്ല, ഇത് രസമുള്ളൊരു കാര്യം കൂടെ അതിന് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയങ്കര തമാശയാണ്. അതിപ്പം നമ്മളുടെ ഒന്നും ഒരു പാസ്റ്റ് ഒരു ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ വെയിൽ കൊള്ളുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞില്ല. ഇപ്പം ഈ കുറേ വെയിൽ കൊണ്ടും കയ്യിൽ കുത്തി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നടന്നു വന്നിട്ടുള്ളത് ഇവിടം വരെ. ഒരു മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യം മാറുന്നത് പോലും. ഇപ്പം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞത് അയാൾ BMW-യിലാണ് DYFയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം. ഇതാണ് ഒരാളെ വിലയിരുത്തുന്നതിനകത്ത്. ഒരാൾ അത്യാവശ്യം ഒരു നല്ല ഭക്ഷണം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയിൽ വരുന്നതാണ് ഒരാളെ മാനദണ്ഡമെങ്കിൽ അതിനെന്തോ ഒരു തകരാറുണ്ട്. ആ തകരാറുള്ള കുറേ മനുഷ്യരുടെ വിമർശനങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മുൻകാല സിനിമകളിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. ഇത് മലയാളിയുടെ ഒരു മലയാളി എന്ന് പറഞ്ഞ പൊതു സമൂഹത്തെ ഞാൻ പറയുന്നില്ല, അതല്ലാതെ കാണേണ്ടതല്ല ശരിക്കും. ചുരുക്കം ചില ആളുകൾക്ക് ഇത്തരം കുഴപ്പങ്ങളുണ്ട്. അവരെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് നല്ലതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ചിലരും കൂടെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഊർജം വർദ്ധിക്കുന്നത്. ഇപ്പം ഏതോ ഒരു ഈ പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല, ആരോ പറഞ്ഞതാണ്, ഏതോ ഒരു സ്ത്രീ എഴുതിയ ഒരു പോസ്റ്റിൻ്റെ അകത്ത് ലീലയെക്കുറിച്ച് ഉള്ളൊരു ദേഷ്യം പറഞ്ഞപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ ഉണ്ണിയെയും സംവിധായകൻ രഞ്ജിത്തിനെയും കാറിത്തുപ്പാൻ എനിക്ക് തോന്നിയിരുന്നു. എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കാറിത്തുപ്പൽ വിഷയമുണ്ട്. നമ്മുടെ സംവിധായകൻ മേജർ രവി, ഒരു മാധ്യമപ്രവർത്തകയായ, പേരെടുത്ത് പറയാതെ രവി എന്തൊരു പ്രസംഗം നടത്തിയെന്നാണ് കേട്ടത്. ഒരിക്കലും രവിയുടെ പക്ഷത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്ത ഒരു പരാമർശമാണത്, ഒട്ടും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ രവി അതിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുകയും ചെയ്തു. അയാൾക്ക് അങ്ങനെ വ്യക്തമായി മലയാള ഭാഷ വഴങ്ങുന്ന ഒരാളല്ല. അയാൾ ചിന്തിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അയാൾ ഇംഗ്ലീഷിലാണ് ചിന്തിക്കുന്നത്. ഇംഗ്ലീഷാണ് അയാൾക്ക് വഴങ്ങുന്നൊരു ഭാഷ. അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാചകം രവിയുടെ വായിൽ നിന്നുണ്ട്. അതിനകത്ത് എനിക്കൊക്കെ വളരെ വ്യക്തിപരമായി ഇതുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത്, രവി മാധ്യമപ്രവർത്തകയായ നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് ഇങ്ങനെ പരാമർശം ഉണ്ടായപ്പോൾ കേരളത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പ്രതികരിക്കാൻ. അപ്പോൾ ഉണ്ണിയെയും രഞ്ജിത്തിനെയും കാറിത്തുപ്പ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ്? അതിന് പ്രതികരിക്കാൻ ആരുമില്ല ഇവിടെ. അപ്പോൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് അപ്പം അത്തരം വിവരദോഷങ്ങളെ നമ്മൾ അവഗണിക്കുന്നതാണ് നല്ലത്. ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റൊന്നുമില്ല, ഞാൻ അതോടെ സാന്ദർഭികമായി പറഞ്ഞത്. പിന്നെ പ്രധാന പ്രശ്നം ഇതിനകത്തൊരു വിവരമില്ലായ്മയുടെയാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ലീല പോലെ ഒരു ശക്തമായ സ്ത്രീപക്ഷ സിനിമ എത്ര വർഷമായി മലയാളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന ജോസ് സാറിൻ്റെ ആദാമിൻ്റെ ഭാര്യയല്ലേ, ചന്ദ്രേട്ടൻ്റെ സൂസൻ. ഇതിൽ മുഴുവൻ ആൺ കഥാപാത്രങ്ങളും വില കുറഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്, ബൗദ്ധികമായും അല്ലാതെയുമൊക്കെ. അവർക്കൊന്നും തന്നെ ഒരു നിലവാരവും നിലപാടുമില്ലാത്ത, അങ്ങനെയുള്ള ശരിക്കും ഒരു പുരുഷ വിദ്വേഷ സിനിമ എന്ന് ആളുകൾ പറഞ്ഞ് നാളെ അതിൻ്റെ ചീത്ത കേൾക്കേണ്ടവരാണ് നമ്മൾ രണ്ടുപേരും. അവിടെയാണ് ഈ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, നിലപാടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമതികളാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത്തരം വില കുറഞ്ഞ കമൻറ്റുകളൊക്കെ പറയുമ്പം